പടം കൊള്ളാം. അന്ധാധൻ എടുത്ത ഡയറക്ടറിൻ്റെ പടമാണ്. അതുകൊണ്ട് തന്നെ ആ പടം ഇഷ്ടപ്പെട്ടവർക്ക് ഇത് ഇഷ്ടപ്പെടും. ഭയങ്കര ലെയറിംഗ് ഉണ്ട്. ഒരു ത്രില്ലറാണ്. പക്ഷെ അതിൻ്റെ ഒരു മൂഡ് നല്ല രസമാണ് കേട്ടോ. വിജയ് സേതുപതി ആയാലും കത്രീന കൈഫ് ആയാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു ദിവസം രാത്രി ഈ അപരിചിതരായ രണ്ടുപേര് കണ്ടുമുട്ടുന്ന അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമൊക്കെയാണ്. ഒരു ക്രൈം ഉണ്ട്, പക്ഷെ അതിന് ഭയങ്കര ഒരു ഡാർക്ക് കോമഡിയുടെ ചെറിയ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ശ്രീരാം രാഘവൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നും പടം പിടിക്കൂല. മനസ്സിലായ പടം സ്ലോ പേസാണ്, അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ആ പടത്തിൻ്റെ ഒരു രസമുണ്ട്. അതായത് നമുക്ക് തന്നെ അറിയാം, ഇവർ തമ്മിൽ അപരിചിതരായി കണ്ടുമുട്ടുമ്പോൾ ഇവരുടെ ലൈഫിൽ എന്തോ ദുരൂഹത നടക്കാൻ പോകണം. അതെന്തായിരിക്കും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഇൻ്റർവെൽ ആകുമ്പോഴും നമുക്ക് കഥ പിടികിട്ടൂല. സെക്കൻഡ് ഹാഫിലാണ് കുറേ കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നത്. ഭയങ്കര ലെയറിംഗ് ഉണ്ട്. കാരണം ഈ പടം കുറച്ച് ബ്രില്യൻസ് ഉള്ള ഒരു സ്റ്റോറിയാണ്. അതായത് നമ്മൾ എല്ലാം ഒന്നും അവർ പറയൂല, കുറേ കാര്യം നമ്മൾ മനസ്സിലാക്കി എടുത്തോണം. പിന്നെ രാധികയൊക്കെ ഉണ്ട്, നല്ല പെർഫോമൻസ് ആണ്. ഞാൻ തമിഴാണ് കണ്ടത്. തമിഴ് ഹിന്ദി ഉണ്ട്. ഹിന്ദിയിൽ വേറെ കുറച്ച് ആർട്ടിസ്റ്റാണെന്ന് തോന്നുന്നു. കുറച്ച് ക്യാരക്ടേഴ്സ് വ്യത്യാസമുണ്ട്. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ അന്ധാധനിൻ്റെ ഡയറക്ടർ ആയതുകൊണ്ട് തന്നെയാണ് ഈ പടം കാണാൻ വേണ്ടി ഇന്ന് വന്നത്. കൊള്ളാം. വിജയ് സേതുപതിയൊക്കെ നല്ല പെർഫോമൻസ് ആണ്. കത്രീന കൈഫ് ഒരുപാട് നാളിന് ശേഷം പുള്ളിക്കാരിയുടെ നല്ലൊരു പെർഫോമൻസ് കാണാം. മൊത്തത്തിൽ എന്താ പറയുക, ഒരു ത്രില്ലർ പടമാണ്. ത്രില്ലർ ഡ്രാമ. നമുക്ക് ട്രെയിലർ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഈ അന്ധാധൻ ഇഷ്ടപ്പെട്ടവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. അതിൻ്റെ അത്രയും വന്നിട്ടില്ലെങ്കിലും രസമുണ്ട് പടം. ആ ഒരു കഥ പറഞ്ഞു പോകുന്നത്, അതായത് ഒരു പിരിമുറുക്കമുണ്ട്. എന്താണെന്ന് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രസം പോകും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ കഥയിലോട്ട് പറയാത്തത്. എന്തായാലും ഒരു രസമുള്ളൊരു പടം, വെറൈറ്റി പടമാണ്. വിജയ് സേതുപതി ഓൺ ഡബ്ബിങ് തന്നെയാണ്. തമിഴിന് വേണ്ടിയിട്ട് രാധിക, പിന്നെ വേറെ തമിഴ് ആർട്ടിസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഹിന്ദിയിൽ വേറെ ആർട്ടിസ്റ്റുകളാണ് ഇട്ടിരിക്കുന്നത്. കത്രീന കൈഫിന് വേറൊരാളാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ലിപ്സിംഗ് വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിൻ്റെ ഉണ്ട്. പക്ഷെ അതൊന്നും വിഷയമില്ല. എന്നു പറഞ്ഞാൽ സിനിമയിൽ നമ്മൾ പറയൂലേ, കുറച്ച് ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. അവരെ വെച്ചിട്ട് ക്രിസ്മസ് തലേ ദിവസം രാത്രി നടക്കുന്ന ഒരു സംഭവം, ക്രിസ്മസിന് അന്ന് നടക്കുന്ന സംഭവമൊക്കെയാണ്. കുറേ സൈക്കോളജിക്കലായിട്ടുള്ള കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. ക്രിമിനൽ മൈൻഡ്സും അതൊക്കെ ഉണ്ട്. ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ട പോലെയൊക്കെ ഇരിക്കും. ഒരു പഴയ കുറേ റെട്രോ സിനിമ കണ്ട പോലെ അങ്ങനെയാണ് മേക്കിംഗ് ഒക്കെ എടുത്തതാണ്. ബി ജി എം ഒക്കെ കൊള്ളാം. പ്രീതമാണ് ബി ജി എം ചെയ്തിരിക്കുന്നത്. കുറേ പഴയ ബി ജി എം ഒക്കെ എടുത്ത് സിനിമയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേകതരം പടമാണ്, വെറൈറ്റി പടമാണ്. സ്ഥിരം സിനിമ കാണുന്ന, അതായത് ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് പടമൊന്നുമല്ല. സിനിമയ്ക്ക് തന്നെ ഒരു സ്ലോ പേസ് ഉണ്ട്. ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകണം. 2 മണിക്കൂർ 24 മിനിറ്റ് ഉണ്ട്. പക്ഷേ സിനിമ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കും. എന്താണ് നെക്സ്റ്റ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ സംഭവിച്ചതിൻ്റെയൊക്കെ എന്താണ് പിറകിലെന്ന് നമുക്കറിയാനൊരു ആകാംക്ഷയുണ്ട്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ടൈറ്റിലും കണ്ടില്ലേ, മേരി ക്രിസ്മസ് എന്നാണ്. അതായത് അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വിഷ് ചെയ്യുന്ന പോലെ. അങ്ങനെയല്ല. ക്രിസ്മസ് തലേദിവസം രാത്രി നടക്കുന്ന ഒരു ക്രൈമാണ്. അതെങ്ങനെ ചുരുളഴിയും എന്നാണ് സിനിമയുടെ കഥ. മേരി ക്രിസ്മസ് ന്യൂ ഇയറിന് വന്നതിൽ എന്തെങ്കിലും മാറ്റം? ഇല്ല, ഈ സിനിമ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ, അതായത് അതിൽ പറയുന്ന ഒരു ഇംഗ്ലീഷ് ഡയലോഗാണ്, ഇൻ ദ നൈറ്റ് ലോങ്ങസ്റ്റ് ആയിരിക്കും, പുലരുന്നതിന് മുമ്പ്. അപ്പോൾ അവിടെ നടക്കുന്നൊരു സംഭവമാണ് ഇത്. ക്രിസ്മസ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിൽ അങ്ങനെ മേരി ക്രിസ്മസ് വച്ചിരിക്കുന്ന ഈ സിനിമയുടെ കഥ നടക്കുന്നത് ഈ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, മുംബൈ ബോംബെ ആയിരുന്ന കാലഘട്ടവും. അപ്പം കാലഘട്ടം പോലും പറയുന്നില്ല, ഇങ്ങനെയാണ് എഴുതി കാണിക്കുന്നത്, മുംബൈ ബോംബെ ആയിരുന്ന സമയം. അപ്പം അങ്ങനെ കുറേ ബ്രില്യൻസ് ആണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് സമയത്ത് കഥ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ ഇതിലെ ക്രൈമിനൊരു നമ്മൾ ലൂപ്പ് ഹോൾസ് ചോദിക്കും, ഇതെങ്ങനെ അവിടെ നടന്നു അങ്ങനെ. അപ്പോൾ അതിനാണ് ഈ ക്രിസ്മസ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ മേരി ക്രിസ്മസ് പറയുന്നത് സിനിമയിലെ ആ കഥാപാത്രങ്ങളും ഈ ക്രിസ്മസുമായിട്ട് ഒരു ബന്ധമുണ്ട്. അത് ഗോവ, മുംബൈ ആയിട്ടൊക്കെയാണ് കഥ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണ്. നമ്മൾ ഈ അന്ധാ തന്നെ പറയൂലേ, അത് ഈ ആദ്യം ഇറങ്ങിയപ്പോഴത്തേക്കൊന്നും പലർക്കും ഭയങ്കര അഭിപ്രായമൊന്നുമില്ല. പിന്നെ കണ്ടും OTT-ലൊക്കെ വന്നപ്പോഴാണ് ഭയങ്കര അഭിപ്രായം. അത് പിന്നെ തമിഴിലെടുത്തു. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളത്തിൽ പൃഥ്വിരാജൊക്കെ ചെയ്തെന്ന് തോന്നുന്നു, ബ്രഹ്മം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഇതും അങ്ങനെയാണ്. ഇനിയിപ്പം തിയേറ്റർ എത്രവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. OTT വരുമ്പോൾ ചിലപ്പോൾ കുറേ കൂടെ കണ്ടിട്ട് ഇതിൻ്റെ ബ്രില്യൻസ് ഒക്കെ ഇങ്ങനെ വിശകലനം ചെയ്യും. FB-യിലും സിനിമ മൂവി ഗ്രൂപ്പിലൊക്കെ. തിയേറ്റർ പക്ഷേ കാണാനുള്ളൊരു പടമാണ്. അതായത് വിജയ് സേതുപതിയുടെയൊക്കെ നല്ലൊരു ഇരുത്തം വന്ന അഭിനയമാണ്. അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് കുറേ സിനിമകളൊന്നും തമിഴിലെ പോരായിരുന്നു. പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ട് അദ്ദേഹം ആ റോൾ ചെയ്തിട്ടുണ്ട്. ആൽബർട്ട് എന്ന് പറഞ്ഞ റോൾ, മറിയ എന്ന് പറഞ്ഞിട്ടാണ് കത്രീന കൈഫ്. രണ്ടുപേരും നല്ല സിങ്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അന്ധാധനിൻ്റെ ഒരു മൂഡാണ് പടം. അതിലൊരു സംഭവം ഉണ്ടല്ലോ, അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഈ പടത്തിലും ഉണ്ട്. മെരി ക്രിസ്മസ് ഒരു വെറൈറ്റി സ്റ്റോറിയാണ്. പുതുമയുള്ളൊരു ആഖ്യാനം തന്നെയാണ്. പക്ഷേ അത് എൻഗേജിങ് ആയിട്ട് നിൽക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മളിങ്ങനെ ഒരു കണക്ട് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഹാഫൊക്കെ കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്ന് അങ്ങ് പോയി. പിന്നെ ക്ലൈമാക്സ് ഒന്നും എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. പറ്റിയിട്ടില്ല എന്നാണ് വേണമെങ്കിൽ എനിക്ക് കാണാവുന്നത്. അല്ല, സംഭവം പുതിയൊരു സ്റ്റോറിയാണ്. അത് ഒരു ഡാർക്ക് ഹ്യൂമർ ലെവലിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 80s-ലെ കഥയാണ് നടക്കുന്നത്. അത് നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു, ഞാൻ പറഞ്ഞില്ലേ, എൻഗേജിങ് ആയിട്ട് കിട്ടുന്നില്ല. ഒരു ലാഗ് അടിക്കുന്നുണ്ട് പടം കൊള്ളാൻ ഇഷ്ടപ്പെട്ടു, നന്നായി ഇഷ്ടപ്പെട്ടു. പടം എൻഗേജിങ് ആണ്, ത്രില്ലറാണ്, ത്രൂ ഔട്ട് എൻഗേജിങ് ആണ്. നല്ല പടം. പെർഫോമൻസ് എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയാണ്. നല്ല പടമായിരുന്നു.
എടുത്തു പറയാൻ അടിപൊളിയായിട്ടുണ്ട്. വിജയ് സേതുപതി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കത്രീന കൈഫ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെയല്ല, നല്ലൊരു ജോണർ ക്രൈം ഇൻവെസ്റ്റിഗേഷനാണ്. കൊള്ളാം, നല്ല പടമായിരുന്നു. ബ്രോ നല്ല സിനിമയായിരുന്നു. ത്രില്ലറാണ്. അപ്പം അടുത്തിടെ കണ്ടതിലൊരു നല്ല ത്രില്ലറായിട്ട് തോന്നി. കൊള്ളാം. ഇവരാദ്യമായിട്ടല്ല അങ്ങനെ ഒരുമിച്ചാണ്. നന്നായിട്ടുണ്ട്. പടം കൊള്ളാം. വിജയ് സേതുപതിയും ഒരു തിരിച്ച് കംബാക്ക്, നല്ല റിയലിസ്റ്റിക് കഥയാണ്. ഒരിക്കലും വിചാരിക്കാത്ത ട്വിസ്റ്റും ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട്. മസ്റ്റായിട്ട് തിയേറ്റർ പോയി കാണുക. ഇതൊരു റൊമാൻസ് ആയിട്ടാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ റൊമാൻസ് പടം അല്ല. ഒരു ഇന്റർവ്യൂവിന് ശേഷമാണ് പടത്തിന് ഒരു ഫയർ വന്ന് തുടങ്ങുന്നത്. ഒരു സ്ലോ പോയിസൺ ആണ്. ഭയങ്കര എൻഗേജിങ് ആണ്. ലാഗായിട്ട് തോന്നും, പക്ഷെ ലാഗ് അല്ല പടം. ഒരു രക്ഷയില്ല, അടിപൊളി, വിചാരിക്കാത്ത സാധനം. പടം കൊള്ളാം, നല്ല പടം. എടുത്തു പറയാനായിട്ട് അതിൻ്റെ അവസാനം വരെ പിടിച്ചു നിർത്തിയ പടം നല്ല എൻഗേജിങ് ആയിട്ടുണ്ട്. പടം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ശരിക്കും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. ആദ്യം മുതൽ അവസാനം വരെയും നല്ല രീതിക്കൊരു സ്ലോ പേസിൽ പോയിട്ട്, പക്ഷെ ആ സ്ലോ പേസ് നമുക്ക് തൃപ്തികരമാണ്. അടിപൊളിയായിട്ടിരുന്ന് കാണാം. നല്ല മൂവിയായിരുന്നു. എടുത്തു പറയാൻ കട്രീന, വിജയ് സേതുപതി നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ത്രില്ലർ മൂവിയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം എൻഗേജിങ് ആയിരുന്നു. ശരി, കുഴപ്പമില്ലായിരുന്നു. ഡീസന്റ് മൂവി. ഡബിങ് കുറച്ച് ബെറ്റർ ആക്കായിരുന്നു. ബട്ട് അതർവൈസ് മൂവി വാസ് ഓക്കെ. വൺ ടൈം വാച്ച്. തമിഴ്.